Hi all, welcome to this video module on thermal analysis part 3. This module covers differential thermal analysis or DTA. This is as a part of MSc semester 4 nanostructures and materials characterization. Thermal analysis. We all know when we heat a substance, there are various types of changes occur to a substance. There can be physical changes as well as chemical changes. We all know various types of physical changes and chemical changes. And all these changes depends on the sample is being heated and also the atmosphere in which this heating process occurs. Okay. So we are actually utilizing this type of changes of that substance during heating in this particular techniques called thermal analysis techniques. And the analytical techniques used to study changes in physical properties with temperature are called thermal analysis techniques. So what are thermal analysis techniques? Those techniques used to study any type of change in physical properties of a material during heating. It's called thermal analysis. There are many types of thermal analysis techniques like thermogravimetric analysis (TGA), differential thermal analysis (DTA), and differential scanning calorimetry (DSC), etc. So we'll learn in detail about all these techniques. Various thermal analysis techniques are listed in this table, and you can see the principle and it's what all information we can obtain from these techniques are listed here in the table. I will look at this table. This gives a brief idea about what all the techniques are, and we will detail all these in the coming slides. Another type of thermal analysis technique is differential thermal analysis or DTA. In DTA, difference in temperature between a sample and an inert reference material is measured as a function of temperature. അപ്പോൾ ഡി ടി ഐയിൽ നമ്മൾ സാമ്പിളിന്റെ മാത്രമല്ല സാമ്പിളിന്റെയും ഒരു ഇനർട്ട് ആയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയലിന്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഒറിജിനൽ ടെമ്പറേച്ചർ. അതായത് നമ്മൾ ഒരു സാമ്പിളും റെഫറൻസ് നമ്മൾ ഏത് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത് ആ മെറ്റീരിയലും ഒരു ഇനർട്ട് ആയിട്ടുള്ള സാമ്പിളും ഒരേ ടൈമിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നോർമലി ഇവർ തമ്മിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല. രണ്ടുപേരെയും ഹീറ്റ് ചെയ്യാണ്, രണ്ടുപേരെയും ടെമ്പറേച്ചറിന് കൂടി കൂടി വരുന്നു. പക്ഷേ അറ്റ് സം സ്റ്റേജ് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിളിന് ഒരു ഫിസിക്കൽ ചേഞ്ചോ ഒരു കെമിക്കൽ ചേഞ്ചോ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് നടക്കില്ല, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ല. ഐ മീൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ് എടുക്കാം. അപ്പൊ ഐസ് നമ്മൾ -10 ഡിഗ്രിന്ന് ചൂടാക്കി ഹീറ്റ് ചെയ്യാണ്. ഐസ് -10 നിന്ന് ഹീറ്റ് ചെയ്ത് -9, -8, -7 അങ്ങനെ -2, -1, 0 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഹീറ്റ് കൊടുത്താലും അതിൽ ടെമ്പറേച്ചർ കൂടില്ല. കാരണം ആ ഐസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യുന്നതിന് അതൊരു ഫേസ് ചേഞ്ച് ആണ്, കുറെ ഹീറ്റ് ആവശ്യമാണ്. സോ ആ ഹീറ്റ് അതിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസിന് വേണ്ടി ഹീറ്റ് എടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്, നമ്മുടെ സാമ്പിളിൽ ഒരു ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ കൊടുത്ത ഹീറ്റ് ടെമ്പറേച്ചർ ചേഞ്ചിന് ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു റെഫറൻസ് മെറ്റീരിയൽ കൂടി ഇതിന്റെ ഒപ്പം വച്ചിട്ടുണ്ട്. റെഫറൻസ് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ സാമ്പിളിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കുമ്പോൾ, ഒരു ഫിസിക്കൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ മാറ്റം വരുന്നില്ല, അയാൾ അവിടെ നിൽക്കുകയാണ്. റെഫറൻസിന്റെ ടെമ്പറേച്ചർ കൂടി പോയി, നമ്മളുടെ സാമ്പിളിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ അത്രയും നേരം ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ ഹീറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഡിഫറൻസ്, ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ സാമ്പിളിന്റെ ടെമ്പറേച്ചറും
റെഫറൻസ് ടെമ്പറേച്ചർ തമ്മിൽ ഡിഫറൻസ് വരികയാണ്. പെട്ടെന്നാണ് ഡിഫറൻസ് വരുന്നത്. ആ ഡിഫറൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ആദ്യ ഡിഫറൻസ് എത്രയാ? നോർമലി 0.000 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്നുണ്ട്, ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് ദ റെഫറൻസ് ഹാപ്പൻസ്. Okay, so what is the reason for this? Because a physical change in a material such as phase change and chemical reactions usually involve change in enthalpy, the heat content of the material. Heat content change ആവുന്നതിനകത്ത്. Some changes result in heat is being absorbed, called endothermic, and some changes involve heat is being liberated out, exothermic reactions. അപ്പോൾ അങ്ങനെ temperature change, temperature of the sample and reference material തമ്മിൽ ഡിഫറൻസ് വരികയാണ്. റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഇനർട്ട് മെറ്റീരിയൽ ആണ്. അതിന് ഫിസിക്കൽ ചേഞ്ച് ഒന്നും ഈ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഫിസിക്കൽ ചേഞ്ച് ഒന്നും വരാത്ത രീതിയിലൊരു മെറ്റീരിയൽ ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഈ എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻ കൂടാതെ മറ്റു പല റിയാക്ഷൻസും സാമ്പിളിന് സംഭവിക്കാം. ദർ ആർ ഓൾസോ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ആർ നോട്ട് സിമ്പിൾ ഫേസ് ചേഞ്ചസ് ദാറ്റ് still cause the sample temperature to change. For example, physical changes include adsorption, desorption of gases from surface, and glass transition in amorphous glass and some polymers. The glass transition is a change in an amorphous material from brittle vitreous state to plastic state. ഗ്ലാസ് ട്രാൻസിഷൻസ് ആർ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കാം. അപ്പൊ ആ ടൈമിലെല്ലാം തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് നമ്മുടെ റെഫറൻസ് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് പോലെ തന്നെ ആവില്ല. അപ്പൊ ആ ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഒറിജിനൽ ടെമ്പറേച്ചറുമായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. ഇതാണ് ഡീറ്റെയിൽ നമ്മൾ ചെയ്യുന്നത്. ETA ഇൻസ്ട്രുമെന്റേഷൻ, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റേഷന്റെ സ്കെമാറ്റിക് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. You can see two heating wells there. അതിൽ ഒരെണ്ണത്തില് സാമ്പിൾ എസ് എന്ന് മാർക്ക് ചെയ്തതിൽ നമ്മൾ സാമ്പിൾ ആണ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റെഫറൻസ് മെറ്റീരിയൽ ഈസ് ഓൾസോ മെയ്ഡ് ബൈ പ്ലേസിംഗ് എ സിമിലർ ക്വാണ്ടിറ്റി ഓഫ് ഇനർട്ട് മെറ്റീരിയൽ. എന്തായാലും ഒരു ഇനർട്ട് മെറ്റീരിയൽ ഈ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെമ്പറേച്ചറിൽ ഇനർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ നോർമലി DTA എല്ലാം ഉണ്ടാക്കുന്നത് റൂം ടെമ്പറേച്ചർ തുടങ്ങി ഏകദേശം ഒരു 1600 ഡിഗ്രി സെൽഷ്യസ് വരെ അങ്ങനെയൊക്കെയുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ചിന് വേണ്ടിയിട്ടാണ്, അതിനാണ് ഇത് മാനുഫാക്ചർ ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിൽ ഇനർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ, അലൂമിനിയം ഓക്സൈഡ് പോലുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇപ്പൊ റെഫറൻസ് സാമ്പിൾ R എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള റെഫറൻസ് വെല്ലിൽ വയ്ക്കുന്നു. ഈ രണ്ട് കമ്പാർട്ട്മെന്റ്, വൺ ഈസ് സാമ്പിൾ കമ്പാർട്ട്മെന്റ്, അതർ ഈസ് ദ റെഫറൻസ് കമ്പാർട്ട്മെന്റ്, റെഫറൻസ് വെൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ രണ്ട് ക്രൂസിബിൾസിന്റെയും സാമ്പിൾ വെല്ലിൽ വെച്ചിട്ടുള്ള ക്രൂസിബിളും അതുപോലെ റെഫറൻസ് വെല്ലിൽ വെച്ചിട്ടുള്ള ക്രൂസിബിൾ, ഈ രണ്ട് ക്രൂസിബിളിന്റെയും ഡയമെൻഷൻസ് എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും. അതുപോലെ സാമ്പിൾ വെയിറ്റും റെഫറൻസ് വെയിറ്റും ഏകദേശം സെയിം ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. ഇത് ഈ രണ്ട് കമ്പാർട്ട്മെന്റും ഒരേ ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഒരേ ഹീറ്റ് ആണ് രണ്ട് കമ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. You can see there is a metal block surrounding the walls. Surrounding the wells. This acts as a heat sink. ഈ ടെമ്പറേച്ചർ, ഈ ഹീറ്റ് സിങ്കിന്റെ ടെമ്പറേച്ചർ നമ്മളൊരു ഇന്റേണൽ ഹീറ്റർ ഉപയോഗിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ഒരേ സമയം തന്നെ സാമ്പിളിനെയും റെഫറൻസ് മെറ്റീരിയലിനെയും ഇത് ഹീറ്റ് ചെയ്യും. തെർമോകപ്പിൾ ഉപയോഗിച്ച് രണ്ടുപേരുടെയും ടെമ്പറേച്ചർ മെഷർ ചെയ്യും. So when you heat the substance, temperature increases equally. ഈ രണ്ട് തെർമോകപ്പിൾ ഒരേ ടെമ്പറേച്ചർ ആണ് റീഡ് ചെയ്യുക. ടെമ്പറേച്ചർ ഡിഫറൻസ് എപ്പോൾ വരുന്നോ ആ ഡിഫറൻസിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കില്ല, റീഡിംഗ് 0 ആയിരിക്കും. ബട്ട് സാമ്പിൾ മെറ്റീരിയലില് എപ്പോഴെങ്കിലും ഒരു ഫിസിക്കൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹീറ്റ് അബ്സോർപ്ഷനോ
ഒരു ഹീറ്റ് റിലീസോ ഉണ്ടായി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് റെഫറൻസ് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് പോലെ ആയിരിക്കില്ല നടക്കുക. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. അതിനെ ആംപ്ലിഫൈ ചെയ്ത ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഒരു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് സാമ്പിൾ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഇതിനകത്ത് സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്നത്. സോ DTA is actually the study between difference in temperature of sample and reference material with respect to the temperature of the sample. Temperature of the sample and difference in temperature, നമ്മൾ graph plot ചെയ്യുന്നു. You can see a sample graph shown here. We discussed already this graph in the previous slides. Okay. അപ്പോൾ ഇതില് you can see a few peaks. peaks വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യുന്നത് സാമ്പിൾ മെറ്റീരിയലിന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ചേഞ്ച് സംഭവിക്കുമ്പോഴാണ്. അപ്പൊ ആ ഒരു ടൈമിൽ മെറ്റീരിയൽ undergoes phase transit any type of changes to that material compared to the sample material. I mean compared to the reference material. ഈ പീക്ക് കാണിച്ചിട്ടുള്ള പീക്ക് ഗ്രാഫിൽ കാണിച്ചിട്ടുള്ള പീക്സ് പല ഫാക്ടേഴ്സിന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എൻതാൽപി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ, മാസ് ഓഫ് സാമ്പിൾ, എത്ര മാസ് ഉപയോഗിച്ചു, അതുപോലെ മറ്റ് പല ഫാക്ടേഴ്സും. ഇതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടൊരു എംപെരിക്കൽ റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദിസ് പീക്ക്. ആ പീക്കിന്റെ ഏരിയ എന്ന് പറയുന്നത് normally area the peak area depends on mass of the sample used and enthalpy change. Other factors എല്ലാം കൂടി നമുക്കൊരു DTA കോൺസ്റ്റന്റ് ആയിട്ട് ചേർക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് A equal to K times M delta H ആണ്. K ആണ്, it's a temperature dependent constant DTA experiment constant to calibrate the peak area. നോർമലി ഈ പീക്ക് ഏരിയ നമുക്ക് എൻതാൽപി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി അങ്ങനെയുള്ള ഐ മീൻ പീക്ക് ഏരിയയിൽ ഓഫ് DTAയുടെ പീക്കിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വി ക്യാൻ ഫൈൻഡ് വിൽ ഗെറ്റ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ദ എൻതാൽപി ചേഞ്ച്, അതുപോലെ എന്ത് തരം റിയാക്ഷൻ ആണ് നടക്കുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻസ്, അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് DTA. DTAയുടെ ചില ഉപയോഗങ്ങളാണ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. DTA we can detect the decomposition or volatilization of the sample. One of the main application of DTA is to detect the decomposition or volatilization of the sample. ഏത് ടെമ്പറേച്ചറിലാണ് ആ മെറ്റീരിയൽ ഏത് ടെമ്പറേച്ചറിലാണ് ഡീകമ്പോസ് ചെയ്യുക, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ ഹീറ്റിങ്ങിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നതിന് സാധിക്കും. So the main use of DTA is to detect a thermal process and characterize them as exothermic and endothermic reaction. അല്ലെങ്കിൽ സംഭവിക്കുന്ന ഫിസിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന റിയാക്ഷൻസ് എക്സോതെർമിക് റിയാക്ഷൻ ആണോ, എൻഡോതെർമിക് റിയാക്ഷൻ ആണോ, അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ DTA നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So one of the main use of DTA is to detect thermal processes and characterize them as exothermic reaction or endothermic reaction. DTA thermal curves can be used to determine the order of reaction, and it can provide the information required to construct phase diagram of the material. DTA can be used for characterization of materials and also for determination of structural and chemical changes that occur during sintering, fusing, heat treatment of alloys to change microstructure, and for identification of different types of synthetic materials like rubber, and for the determination of structural changes in polymers. So ഇതെല്ലാം DTAയുടെ ചില applications ആണ്. You can find many more applications also of DTA.
These are some of them listed here. Okay. So, students, I hope you understood what is differential thermal analysis and its instrumentation and applications. Thank you, students.